നേരത്തെ പറഞ്ഞതൊക്കെ പ്രീ പ്രൊസീജിയർ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഡ്യൂറിങ് ദ പ്രൊസീജിയർ എന്തൊക്കെ ചെയ്യണം? ഡോക്ടർ അനസ്തീസിയ കൊടുക്കും. We have to assist in giving anesthesia. The examination is usually performed under local anesthesia or moderate sedation. However, general anesthesia may be used for rigid bronchoscopy. A topical anesthetic such as lidocaine is normally sprayed on the pharynx or dropped onto epiglottis and vocal cords and into the trachea to suppress cough reflex and minimize discomfort. Monitor the vital signs. Post procedure എന്തൊക്കെ ചെയ്യണം? Patient must take nothing by mouth until cough reflex returns. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, പേഷ്യന്റിന് സെഡേഷൻ കൊടുത്തിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ കഫ് റിഫ്ലക്സ് തിരിച്ചു വരുന്നത് വരെ പേഷ്യന്റിന് ഓറലി ഒന്നും കൊടുക്കാൻ പാടില്ല. ഈ പ്രൊസീജിയറിൽ നിന്നല്ല, എല്ലായ്പ്പോഴും ഓർത്തിരിക്കാം. സെഡേഷൻ കൊടുത്തിട്ടുള്ള പേഷ്യന്റ്, അത് ജനറൽ അനസ്തീസിയ ആവാം, അല്ലെങ്കിൽ ഈ ത്രോട്ടിൽ ഈ ലോക്കൽ അനസ്തറ്റിക് സ്പ്രേ ചെയ്താവാം. അങ്ങനെ സെഡേഷൻ കൊടുത്ത് കഫ് റിഫ്ലക്സ് നമ്മൾ സപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഫ് റിഫ്ലക്സ് തിരിച്ചു വരുന്നത് വരെ പേഷ്യന്റിന് ഫുഡോ ഫ്ലൂയിഡോ കൊടുക്കാൻ പാടില്ല. Because preoperative sedation local anesthesia impair protective laryngeal reflex and swallowing. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ laryngeal reflex swallowing impaired ആയതുകൊണ്ട് പേഷ്യന്റ് ആസ്പിറേഷൻ ഉള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഫുഡും ഫ്ലൂയിഡും കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്നത്. Once patient demonstrate a cough reflex, the nurse may offer ice chips and eventually fluids. കഫ് റിഫ്ലക്സ് റിട്ടേൺ ചെയ്യാൻ തുടങ്ങിയാൽ പേഷ്യന്റിന് ചെറുതായിട്ട് കഫ് റിഫ്ലക്സ് അല്ലെങ്കിൽ ഗാഗിങ് റിഫ്ലക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഐസ് ചിപ്സ് കൊടുക്കും, പിന്നെ സിപ്സ് ഓഫ് വാട്ടർ കൊടുക്കും, പിന്നെ ഫ്ലൂയിഡ്സ് കൊടുക്കും. In older adult patient, the nurse assess for confusion and lethargy which may be owing to large dose of lidocaine administered during procedure. നമ്മൾ സെഡേഷൻ ഉപയോഗിക്കുന്ന മരുന്നാണ് ലിഡോക്കൈൻ. അപ്പോൾ ലിഡോക്കൈൻ ഉപയോഗിക്കുമ്പോൾ ഓൾഡർ അഡൾട്ട്സിൽ കൺഫ്യൂഷനും ലെത്താർജിക്കും ഉണ്ടാവുക നമ്മൾ മനസ്സിലാക്കണം. The nurse also monitor the patient's respiratory status and observe for hypoxia, hypotension, tachycardia, dysarrhythmia, hemoptysis and dyspnea. Any abnormalities that should be reported promptly. A small amount of blood tinged sputum and fever may be expected within first 24 hours. Patient is not discharged from the recovery area until adequate cough reflex and respiratory status is present. The nurse instructs the patient and caregiver to report any shortness of breath or bleeding immediately. അടുത്ത പ്രൊസീജിയർ ആണ് thoracentesis. Thoracentesis. Entesis എന്ന് പറയുമ്പോൾ അത് റിമൂവൽ ഓഫ് ഫ്ലൂയിഡ് ആണ്. Thoracentesis എന്ന് പറയുമ്പോൾ ഫ്രം ദ thoracic cavity. അപ്പോൾ ഇവിടെ നമ്മൾ thoracic cavity എന്നല്ല റിമൂവ് ചെയ്യുന്നത് ഫ്രം ദ pleural space. Thoracentesis is the aspiration of fluid or air from the pleural space. It is done either for diagnostic purpose or for therapeutic purpose. ഇവിടെ ഡയഗ്നോസ്റ്റിക് പർപ്പസ് എന്ന് പറയുമ്പോൾ രോഗനിർണയത്തിന് വേണ്ടി അല്ലേ. ഇപ്പോൾ പേഷ്യന്റിന് ഇപ്പോൾ ലങ്സിൽ വെള്ളം കെട്ടുന്നുണ്ട്, ലങ്സിൽ വെള്ളം കെട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, thoracentesis ലങ്സിൻ്റെ ഉള്ളിലല്ല പ്ലൂറൽ സ്പേസിലാണ് വെള്ളം കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പ്ലൂറൽ സ്പേസിൽ വെള്ളം വന്നു? നോർമലി വെള്ളമുള്ള സ്ഥലം അല്ല പ്ലൂറൽ സ്പേസ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് വൈ ഫ്ലൂയിഡ് ഈസ് ഗെറ്റിംഗ് അക്യുമുലേറ്റഡ് ഇൻ ദ പ്ലൂറൽ സ്പേസ്? അത് നമുക്ക് അറിയണം. ഒരു പക്ഷേ ക്യാൻസർ ആയിരിക്കാം, ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻ ആയിരിക്കാം, ഇൻഫ്ലമേഷൻ ആയിരിക്കാം. അതറിയാൻ വേണ്ടി, എന്തുകൊണ്ട് എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഡയഗ്നോസ്റ്റിക് പർപ്പസ്. നമുക്കറിയാം ക്യാൻസർ ആണെന്ന് അറിയാം. ലാർജ് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് പ്ലൂറൽ സ്പേസിൽ വന്നുകൊണ്ടേയിരിക്കാം. അപ്പോൾ പ്ലൂറൽ സ്പേസിൽ ഫ്ലൂയിഡ് വരുമ്പോൾ എന്താ പ്രത്യേകത? ലങ്സിന് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കില്ല. സോ പേഷ്യന്റ് വിൽ ഹാവ് ഡിസ്നിയ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, കോഫ്, വീസിങ്, എവറിത്തിങ് ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ വരുന്ന ഫ്ലൂയിഡ് എടുത്ത് കളയണം. അപ്പോൾ നമുക്കറിയാം ക്യാൻസർ ആണ്, ക്യാൻസർ ആയതുകൊണ്ട് ലാർജ് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് പ്ലൂറൽ സ്പേസിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പേഷ്യന്റ് ഡിസ്കംഫർട്ട് കുറയ്ക്കാൻ വേണ്ടി ഈ ഫ്ലൂയിഡ് നമ്മൾ എടുത്ത് കളയും. അതാണ് തെറാപ്യൂട്ടിക് പർപ്പസ്. ഇനി പർപ്പസസ് എന്തൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് ഉണ്ട്, തെറാപ്യൂട്ടിക് ഉണ്ട്. എന്തൊക്കെയാവാം? റിമൂവൽ ഓഫ് ദ ഫ്ലൂയിഡ്, വെരി റെയർലി എയർ ഫ്രം ദ പ്ലൂറൽ കാവിറ്റി, ആസ്പിറേഷൻ ഓഫ് pleural fluid for analysis, pleural biopsy, installation of medication into the pleural space. Installation of medication എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യന്റ് ക്യാൻസർ ആണ്, പ്ലൂറൽ ലങ് ക്യാൻസർ ആണ് ഓർത്തോ. അപ്പോൾ പ്ലൂറൽ സ്പേസിൽ ഫ്ലൂയിഡ് വന്നുകൊണ്ടിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്ലൂറൽ സ്പേസിൽ മരുന്നിട്ടിട്ട് പ്ലൂറൽ സ്പേസ് ഒട്ടിച്ച് വെക്കുക. രണ്ട് പ്ലൂറ് നമ്മൾ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ അവിടെ ഫ്ലൂയിഡ് വരത്തില്ല. അങ്ങനെ മരുന്നിടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് തൊറാക്കോസ്കോപ്പി. അടുത്തത് റോൾ ഓഫ് നേഴ്സ് ആണ്. റോൾ ഓഫ് നേഴ്സ് ഇൻ thoracentesis. അപ്പം നമുക്ക് ആർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരു നേഴ്സാണ്. ആർട്ടിക്കിൾസ് നീഡഡ് എന്ന് പറയുന്നത് thoracentesis ട്രേ വേണം, സ്റ്റെറൈൽ ഗ്ലൗസ് വേണം, ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ വേണം, ലോക്കൽ അനസ്തെറ്റിക് വേണം, സ്റ്റെറൈൽ കളക്ഷൻ ബോട്ടിൽ, ലാബ് റിക്വസിഷൻ ഫോംസ് ആൻഡ് ലേബൽസ് വേണം. പ്രീ പ്രൊസീജിയർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? Ascertain in advance that a chest X-ray or ultrasound has been ordered and completed and the consent form has been signed. Verify patient's identity using at least 2 identifiers, not including the patient's room numbers. നമ്മൾ 2 ഐഡന്റിഫയർ വെച്ചിട്ട് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യണം. പേഷ്യന്റെ റൂം നമ്പർ വെച്ചിട്ടല്ല ഐഡന്റിഫൈ ചെയ്യേണ്ടത്. പേഷ്യന്റെ പേര്, പേഷ്യന്റെ IP നമ്പർ, അഡ്രസ് വേണമെങ്കിൽ അഡ്രസ്, ഇതൊക്കെ വെച്ചിട്ട് വേണം ഐഡന്റിഫൈ ചെയ്യാൻ. വെരിഫൈ ദ പർപ്പസ് ഓഫ് ദ പ്രൊസീജിയർ ആൻഡ് പ്രൊസീജിയർ സൈറ്റ്.
എന്തിനാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്? ഡയഗ്നോസ്റ്റിക് ആണോ തെറാപ്യൂട്ടിക് ആണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. Assess patient for allergies to latex, antiseptic or local anesthetic and review coagulation studies. പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പേഷ്യന്റിന് ലോക്കൽ അനസ്തെറ്റിക് ഏജന്റിന് അലർജി ഉണ്ടോ എന്ന് നോക്കണം. ടെസ്റ്റ് ഡോസ് കൊടുക്കണം, ലിഡോക്കൈൻ ടെസ്റ്റ് ഡോസ് കൊടുത്തിരിക്കണം. പേഷ്യന്റിന് ഒരു ഇൻവേസീവ് പ്രൊസീജിയർ ആണ് അല്ലേ, നമ്മൾ പ്ലൂറൽ സ്പേസിലോട്ട് ഒരു ട്യൂബ് ഇടാൻ പോവാണ്. സോ പേഷ്യന്റിന്റെ കൊയാഗുലേഷൻ പ്രൊഫൈൽ എങ്ങനെയാണ്, ബ്ലീഡിംഗ് ടെൻഡൻസി ഉണ്ടോ എന്ന് അറിയണം. അതിനുവേണ്ടി PT, INR, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ നോക്കണം. പ്ലേറ്റ്ലെറ്റ് കുറയുകയാണെങ്കിൽ ബ്ലീഡിംഗ് ടെൻഡൻസി ഉണ്ടാവും, INR കൂടുതലാണെങ്കിൽ ആ ബ്ലീഡിംഗ് ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അത് ആ കൊയാഗുലേഷൻ പ്രൊഫൈൽ എടുത്തു വെച്ചിരിക്കണം. Inform the patient about the nature of the procedure as well as the following things. എന്തൊക്കെ കാര്യങ്ങൾ പേഷ്യന്റിനോട് പറഞ്ഞാൽ? ഇമ്പോർട്ടൻസ് ഓഫ് റിമൈനിങ് ഇമ്മൊബൈൽ. ഡ്യൂറിംഗ് ദ പ്രൊസീജിയർ അനങ്ങാൻ പാടില്ല. നമ്മൾ പ്ലൂറൽ സ്പേസിലേക്ക് ഇടുന്ന നീഡിൽ ഒരു പക്ഷേ മിസ്പ്ലേസ് ചെയ്ത് ലങ്സിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. പ്രഷർ സെൻസേഷൻ ടു ബി എക്സ്പീരിയൻസ്. നമ്മൾ ഫ്ലൂയിഡ് എടുക്കുമ്പോൾ പേഷ്യന്റിന് ഒരു ലങ്സിന്റെ നെഞ്ചിലൊരു പ്രഷർ സെൻസേഷൻ ഉണ്ടാവും നമ്മൾ പറഞ്ഞിരിക്കണം. Inform regarding the minimal discomfort that is anticipated after the procedure. പേഷ്യന്റിനോട് പറയണം ഒരു മിനിമം എമൗണ്ട് പെയിൻ ഉണ്ടായിരിക്കും, ഒരു മിനിമം ഇടയ്ക്ക് കഫ് ചെയ്യാൻ വരുന്ന പോലെ തോന്നാം, പേഷ്യന്റിന് പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് തോന്നാം. അത് മിനിമൽ ഡിസ്കംഫർട്ട് ഉണ്ടാവുമെന്ന് പേഷ്യന്റിനോട് നമ്മൾ പറഞ്ഞിരിക്കണം. Obtain basal vital signs such as oxygen saturation, pain level and respiratory status. Administer sedation if prescribed. എല്ലായ്പ്പോഴും thoracentesis നമ്മൾ സെഡേഷൻ കൊടുക്കില്ല, ലോക്കൽ അനസ്തെറ്റിക് മാത്രമേ കൊടുക്കുള്ളൂ. റെയർ കേസിൽ സെഡേഷൻ ഉണ്ടെങ്കിൽ that has to be administered as prescribed. Next is positioning of the patient, very important. Position the patient comfortably with adequate support. If possible, place the patient upright or in one of the following positions. എല്ലായ്പ്പോഴും നമ്മൾ പേഷ്യന്റിന് അപ്രൈറ്റ് പൊസിഷൻ ആണ് കൊടുക്കുക. പിന്നെ ചിലപ്പോൾ നമ്മൾ പേഷ്യന്റിന് അപ്രൈറ്റ് പൊസിഷൻ അല്ലാതെ സിറ്റിംഗ് പൊസിഷനും കൊടുക്കും. ഈ താഴെ പറയുന്ന പൊസിഷനാണ് സിറ്റിംഗ് ഓൺ ദ എഡ്ജ് ഓഫ് ദ ബെഡ് വിത്ത് ദ ഫീറ്റ് സപ്പോർട്ടഡ് ആൻഡ് ആംസ് ഓൺ എ പാഡഡ് ഓവർ ദ ബെഡ് ടേബിൾ. അതായത് പേഷ്യന്റ് ബെഡിന്റെ എഡ്ജിൽ ഇരിക്കുന്നു, കാല് താഴത്തൊരു ഫുഡ് ബോർഡുമേ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മളൊരു ബെഡിന്റെ സൈഡിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാല് തൂങ്ങിയെടുക്കില്ലേ, കാല് നമ്മളൊരു ഫുഡ് ബോർഡ് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു. രണ്ട് കൈയും കാർഡിയാക് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് ലീൻ ചെയ്തിരിക്കുന്ന ഒരു പൊസിഷൻ. സ്ട്രാഡ്ലിംഗ് എ ചെയർ വിത്ത് ആംസ് ആൻഡ് ഹെഡ് റെസ്റ്റിംഗ് ഓൺ ദ ബാക്ക് ഓഫ് ദ ചെയർ. ഒരു ചെയറിൽ നേരെ ബാക്കിലോട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതല്ലെങ്കിൽ ഇത് രണ്ടും പേഷ്യന്റിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് ലൈയിങ് ഓൺ അൺഅഫക്റ്റഡ് സൈഡ് with the head of the bed elevated 30 to 45 degree if unable to assume a sitting position. പേഷ്യന്റ് ഏത് സൈഡിൽ നിന്നാണോ എടുക്കേണ്ടത്, അഫക്റ്റഡ് സൈഡിൽ നമ്മൾ thoracentesis ചെയ്യാം അല്ലേ. അപ്പം അൺഅഫക്റ്റഡ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടത്തുക. അപ്പം അൺകോൺഷ്യസ് പേഷ്യന്റിലൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ലൈയിങ് പൊസിഷൻ ഉപയോഗിക്കുള്ളൂ. കോൺഷ്യസ് പേഷ്യന്റ് ആണെങ്കിൽ സിറ്റിംഗ് പൊസിഷൻ ആണ് കൊടുക്കേണ്ടത്. Okay. Now, during the procedure, what is the role of nurse? Support and reassure the patient during the procedure. Prepare the patient for cold sensation of skin, antiseptic solution, and for a pressure sensation from infiltration of local anesthetic agent. Patient പറയാ antiseptic solution apply ചെയ്യുമ്പോൾ ഒരു cold sensation ഉണ്ടാവും, local anesthetic agent apply ചെയ്യുമ്പോൾ ഒരു pressure sensation ഉണ്ടാവും എന്ന് പറയാം. Encourage the patient to refrain from coughing. During procedure പറഞ്ഞാലല്ലാതെ കഫ് ചെയ്യരുതെന്ന് പേഷ്യന്റിനോട് പറയണം, കഫിംഗ് സെൻസേഷൻ ഉണ്ടെങ്കിൽ പോലും. പിന്നെ കഫിംഗ് സെൻസേഷൻ വരുമ്പോൾ സിഗ്നൽ ചെയ്യാൻ പറയാം. Expose the entire chest. The site for aspiration is visualized by chest X-ray and percussion. എവിടെയാണ് കുത്തേണ്ടത് നമ്മൾ എങ്ങനെ അറിയുന്നത്? ചെസ്റ്റ് എക്സ്റേ ചെയ്യുക, അതാണ് പ്രയർ ചെസ്റ്റ് എക്സ്റേ എടുത്തിരിക്കണം. പിന്നെ പെർക്കഷൻ ചെയ്തിട്ട്, പെർക്കഷൻ ചെയ്യുമ്പോൾ ഡൾ സൗണ്ട് ആണ്, ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ഡൾ സൗണ്ട് ആയിരിക്കും. അതുണ്ടെങ്കിലാണ് നമ്മൾ മനസ്സിലാക്കുക ഈ സൈഡാണ് നമ്മൾ പങ്ക്ചർ ചെയ്യേണ്ടത്. ഫ്ലൂയിഡ് ഇൻ ദ പ്ലൂറൽ cavity, the thoracentesis site is determined by chest X-ray, ultrasound, fluoroscopy, physical findings with attention to site of maximum dullness. ഫിസിക്കൽ എക്സാമിനേഷനിൽ പെർക്കഷൻ ചെയ്യുമ്പോൾ ഡൾ സൗണ്ട് കേൾക്കുന്ന സൈറ്റ്. Then അടുത്തത് എന്താണ്? പ്രൊസീജിയർ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൊസീജിയർ ഈസ് performed under antiseptic condition. After the skin is cleansed, physician uses a small caliber needle to inject local anesthetic slowly into the intercostal space. The physician advances the thoracentesis needle with the syringe attached. When pleural space is reached, suction may be applied with the syringe. A 20 ml syringe with a 3-way stopcock is attached to the needle. One end of the adapter is attached to the needle and other is the tubing leading to the receptacle that receives the fluid being aspirated. If a considerable quantity of fluid is removed, needle is held in place on the chest wall with a small hemostat. ഇവിടെ നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നു, സ്കിൻ ക്ലീൻ ചെയ്യുന്നു, ലോക്കൽ അനസ്തെറ്റിക് കൊടുക്കുന്നു, thoracentesis-നുള്ള നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നു. പ്ലൂറൽ സ്പേസിൽ എത്തി കഴിയുമ്പോൾ ഒരു 20 ml സിറിഞ്ച് അറ്റത്തൊരു സ്റ്റോപ്പ് കോക്കും വെച്ചിട്ട് കണക്ട് ചെയ്യും.
ഈ സ്റ്റോപ്പ് കോക്കിന്റെ ഒരറ്റം നീഡിൽ സിറിഞ്ചിലായിരിക്കും, മറ്റേ അറ്റത്ത് ഒരു ട്യൂബ് ഉണ്ടാവും. ഈ ട്യൂബ് ഈസ് റിസെപ്റ്റക്കിളിനകത്തേക്ക് ഫ്ലൂയിഡ് ഒഴുകി വരും.